പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിയുന്നതിന് ശേഷം അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് WWE ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് മുൻകൂട്ടി ടേപ്പ് ചെയ്യാനുള്ള കാരണം ക്രിസ്മസിൻ്റെ അവധി റെസ്ലേഴ്സിനും സ്റ്റാഫിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സർപ്രൈസ് ആയിട്ടുള്ള കുറേയധികം സ്റ്റോറി ലൈൻ്റെ അപ്ഡേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ സ്പോയിലർ കേൾക്കാൻ അറിയാൻ ആഗ്രഹമില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു വരുന്നത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചാണ്. നമുക്ക് ഓൾറെഡി ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിക് ഓൾഡിസ് ടൈറ്റിൽ വെക്കേറ്റ് ചെയ്യാൻ ബിയാങ്ക ബെലേറിനോട് ആവശ്യപ്പെടുന്നതായി കാണാൻ സാധിച്ചു. എന്നാൽ നയോമി ബിയാങ്ക ബെലേറിൻ്റെ കൂടെ ജെഡ് കാർഗിലിന് പകരമായിട്ട് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ വരാമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു മത്സരം അടുത്ത സ്മാക്ഡൗണിലേക്ക് അവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നയോമിയും ബിയാങ്ക ബെലേറും ടീം ആയിക്കൊണ്ട് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന മത്സരം. ടിഫനി അതുപോലെ തന്നെ കാൻഡിസ് ലെറെ തുടങ്ങിയവരാണ് എതിരാളികൾ എന്ന് തോന്നുന്നു. എന്തായാലും മത്സരത്തിൽ നയോമിയും ബിയാങ്ക ബെലേറിനും ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ച ഒരു മത്സരമായിരുന്നു റിട്ടേൺ ചെയ്ത് വന്ന സ്മാക്ഡൗണിലേക്ക് വന്ന ബ്രോൺ സ്ട്രോമനും കാർമെലോ ഹെയ്സും തമ്മിലുള്ള മത്സരം. അതിൽ ബ്രോൺ സ്ട്രോമനാണ് വിജയിക്കാൻ സാധിച്ചത്. അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന ഒരു സെഗ്മെൻറ്റ്, അതായത് ഗ്രേസൺ വോളർ എഫക്റ്റ് എന്ന ആ ഒരു സെഗ്മെൻറ്റിൽ ഗസ്റ്റായിട്ട് വരുന്നത് ബ്രോൺ സ്ട്രോമനാണ്. ആ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു അലങ്കാരങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് കാർമെലോ ഹെയ്സ് ഇൻട്രപ്റ്റ് ചെയ്ത് വരും. പിന്നീട് കാർമെലോ ഹെയ്സും ബ്രോൺ സ്ട്രോമനും തമ്മിലുള്ള മത്സരവും, ആ മത്സരത്തിൽ കാർമെലോ ഹെയ്സ് ബ്രോൺ സ്ട്രോമനെ പരാജയപ്പെടുത്തി എന്നുള്ളതുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് എങ്ങനെയാണ് ആ ഒരു പരാജയത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് സ്മാക്ഡൗൺ എപ്പിസോഡ് കണ്ട് തന്നെ അറിയുക. ഇനി പങ്കുവെക്കാനുള്ള മറ്റൊരു അപ്ഡേറ്റ്, ഷിൻസ്കെ നാക്കമോറ എന്ന പുതിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ്റെ അപ്പിയറൻസ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മറ്റൊരു അപ്ഡേറ്റും, നിലവിലെ WWE ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ജോണി ഗർഗാനോ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിലെ ഒരു താരത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന കുറച്ച് ഫോട്ടോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മത്സരം അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. പിന്നീട് നമുക്ക് പങ്കുവെക്കാനുള്ള ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ലൈൻ സ്റ്റോറിയോട് അനുബന്ധിച്ചുള്ളതാണ്. സോളോ സിക്കോവയുടെ ബ്ലഡ് ലൈൻ്റെ സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് ഡ്രൂ മാക്കൻഡയർ കയറി വരികയും ഡ്രൂ മാക്കൻഡയറും സോളോയുടെ ബ്ലഡ് ലൈനും ഇങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഡ്രൂ മാക്കൻഡയറിനെ ആക്രമിക്കാൻ ഇപ്പോൾ ഇഞ്ചുറി മൂലം മാറി നിൽക്കുന്ന ജിമ്മി ഊസോ വരികയും ചെയ്തു എന്നുള്ളത് വീഡിയോസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓൾറെഡി ഇക്കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ, ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ജിമ്മി ഊസോയെ ഡ്രൂ മാക്കൻഡയർ ക്ലൈമോർ കിക്ക് കൊടുത്ത് ആക്രമിച്ചതിനു, അപ്പോൾ അതിനുള്ള ഒരു പ്രതികാരം ചെയ്യാൻ ജിമ്മി ഊസോ ഡ്രൂ മാക്കൻഡയറിനെ എടുത്തിട്ട് ആക്രമിക്കുന്നതും ആ ക്രച്ചർ ഉപയോഗിച്ച് ആക്രമിക്കുന്നതുമൊക്കെ നമുക്ക് അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചേക്കാം. കാണികളുടെ ഇടയിലൂടെ ഓടി രക്ഷപ്പെടുന്ന ഡ്രൂ മാക്കൻഡയറിൻ്റെ ഭാഗവും ഉണ്ട്. കൂടാതെ അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒരു 6 മാൻ ടാഗ് ടീം മത്സരം നടക്കും എന്നുള്ളതും കൺഫേം ആയിട്ടുണ്ട്. ആ മത്സരത്തിൽ സോളോ സിക്കോവ, ജേക്കബ് ഫാറ്റു, ടമ ടോങ്ക തുടങ്ങിയവരാണ് ന്യൂ ബ്ലഡ് ലൈനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പങ്കെടുക്കുന്നത്. അവരുടെ എതിരാളി LA നൈറ്റ്, ആൻഡ്രാഡെ, അപ്പോളോ ക്രൂസ് തുടങ്ങിയവരാണ്. മത്സരം നോ കോൺടെസ്റ്റിലൂടെ അവസാനിച്ചു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മത്സരങ്ങളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിന് ശേഷം ഒരു ലീക്കായിട്ടുള്ള വീഡിയോസിൽ നിന്നും ഫോട്ടോസിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.